വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു നോർമൽ വർക്കിംഗ് ഡേ ആണ്. അതായത് എല്ലാ ദിവസവും ഒരു റൊട്ടീൻ പോലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഫ്രഷ് ആവുന്നു, റെഡി ആവുന്നു, നേരെ മോളിൽ പോകുന്നു, ഫുഡ് ഉണ്ടാകാൻ നോക്കുന്നു. ഇന്ന് ടൊമാറ്റോ റൈസും രാവിലെ കഴിക്കാൻ വേണ്ടി സേമിയ ഉപ്മാവും ഒരു ബന്ധമില്ലാത്ത ചട്നിയും. ഇത് എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, എന്തിൻ്റെ കൂടെ കഴിക്കാനാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സാമ്പാർ എന്ന് ഇവർ പറയുന്ന, അതായത് ഇത് സാമ്പാറാണോ പരിപ്പ് കറിയാണോ എന്ന് എനിക്ക് ചില സമയങ്ങളിൽ സംശയം തോന്നാറുണ്ട്. കാരണം സാമ്പാറിൽ പരിപ്പിന്റെ അളവ് പരിപ്പിന്റെ അളവ് കുറവും പരിപ്പ് കറിയിൽ പരിപ്പിന്റെ അളവ് കൂടുതലും ആയിട്ട് മാത്രമേ എനിക്ക് വ്യത്യാസം തോന്നാറുള്ളൂ. പിന്നെ എന്നും സ്ഥായി ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് ബട്ടർ മിൽക്ക്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ സാധനം കിട്ടാറുണ്ട്. ഈ ടൊമാറ്റോ റൈസ് ഇങ്ങനെ തന്നെ ഉച്ച വരെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ചിലപ്പോൾ ചൂടാതെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. എനിക്ക് അങ്ങനെ കഴിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇത് ലഞ്ച് ടൈം ആകുമ്പോഴേക്കും അത് ഓഫീസിൽ കൊണ്ടുപോയി AC ക്കകത്തൊക്കെ ഇരുന്ന് ഒരുമാതിരി മരവിച്ചിട്ടുണ്ടാവും. കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ 2 മുട്ട പുഴുങ്ങി അതും കൂടെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ട് പോകാമെന്ന് കരുതി. അതാകുമ്പോൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയെല്ലാം റെഡി പോകാൻ തുടങ്ങിയപ്പോഴാണ് അതേ ഫ്രണ്ടിൽ രസഗുള ഇരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഷുഗർ ക്രേവിങ്സ് ഉയർത്തെഴുന്നേറ്റു. പൊതുവെ എനിക്ക് എന്ത് സാധനം ആയാലും മധുരം ആയാൽ മതി. ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഷുഗർ കുടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാ. പക്ഷേ ഇല്ലേ, ഇന്നലെ കഴിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഇന്ന് കഴിച്ചപ്പോഴാണ് അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നിയത്. പൊതുവേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഈ പായസമൊക്കെ ആണെങ്കിലും ചൂടോടെ കുടിക്കുന്നതിനെക്കാട്ടിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കുടിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഗുലാബ് ജാമുൻ കഴിച്ച് നമ്മളെല്ലാവരും ടെറ്റാ ബൈ പറഞ്ഞ് നേരെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം പുറത്ത് നല്ല വെയിലാണല്ലോ. ഞാൻ സ്റ്റെപ്പ് വഴിയാട്ടോ നോർമലി ഇറങ്ങുമ്പോൾ ഇറങ്ങാറ്. നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ്. പക്ഷേ താഴെ ലിഫ്റ്റിന്റെ അടുത്തായിട്ടൊരു മിറർ ഉണ്ട്. എപ്പോഴും ഒന്ന് സ്റ്റെപ്പ് വഴി വന്നാൽ അവിടെ വരെ പോയി ഒന്ന് ഫുൾ സൈസ് ഫോട്ടോക്കെ കണ്ടിട്ടേ പോകാറുള്ളൂ. ഇവിടെ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ റൂമിൽ അത്ര അധികം ചൂട് അനുഭവപ്പെടാറില്ല. പക്ഷേ നാട്ടിൽ ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ചൂടാണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ ചൂടും തമിഴ്നാട്ടിലെ ചൂട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ചൂട് കൂടുതലെന്നാണ്. കാരണം ഇവിടുത്തെ ചൂട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാണ്. പക്ഷെ അവിടെ ഒരു മിനിറ്റ് ഫാൻ ഇല്ലാതോ ഫാൻ ഉണ്ടെങ്കിൽ തന്നെ എന്ത് കാര്യം എന്നൊരവസ്ഥയാണ്. പക്ഷെ ഇവിടെ അത്രയും പ്രശ്നമില്ല. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഈ റോഡാണ്. ഇതത്ര മെയിൻ്റെനൻസ് പോരാ. അതായത് വൃത്തിയോടായിട്ട് കിടന്നാലും ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അതൊക്കെ ചാടി കടന്ന് വേണം രാവിലെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നടന്നു കഴിയുമ്പോൾ നമ്മൾ ഷെയർ ഓട്ടോ എടുത്താൽ പോവാറ്. നമുക്ക് TCSന്റെ ബസ് ഉണ്ട്, അത് ഫ്രീ ആണ്. പക്ഷേ ഷെയർ ഓട്ടോ എടുത്ത് പോകുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഓൾറെഡി ലേറ്റ് ആവും. അതായത് ഓഫീസിൽ എത്തേണ്ട സമയമായിട്ടുണ്ടാവും. ഈ ഷെയർ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ 10:30 ഓഫീസിൽ ചെല്ലണമെങ്കിൽ ഞാൻ ഇറങ്ങുമ്പം 10 മണി കഴിയും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗേറ്റ്. ഇവിടെ ഒരു ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. ബാഗൊക്കെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറിയാൽ പിന്നെ നോ ക്യാമറ അലൗഡ് അല്ല. നമുക്ക് ഇതിന്റെ ഉള്ളിലോ നമ്മുടെ ഓഫീസിനുള്ളിലോ ഒന്നും ഷൂട്ട് ചെയ്യാനോ വേറെ ഒന്നും പറ്റത്തില്ല. ഇത് ഞാൻ നമ്മൾ ഷെയർ ഓട്ടൊക്കെ എടുത്ത് വന്നു കഴിയുമ്പോൾ എത്ര സമയമില്ലെങ്കിലും ഒന്ന് ഓടിപ്പോയി വാഷ്റൂമിൽ പോയിട്ട് അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഹോസ്റ്റൽ താഴെ ഒരു ബിഗ് മിറർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വാഷ്റൂമിൽ നമുക്ക് റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അവിടെ ഇങ്ങനെ ചുറ്റും മിററാണ് വെച്ചേക്കണേ. അപ്പം എല്ലാ മിററിലും ഒന്ന് നോക്കി, എല്ലാ മിററിലും നോക്കത്തൊന്നുമില്ല, ഒരു വലിയൊരു ബിഗ് മിറർ ഉണ്ട്. നമുക്ക് അവിടെ നോക്കി എല്ലാം ഒന്ന് റെഡി ആണോ, ഓൾ ഗെറ്റ് സെറ്റ് ഗോ അങ്ങനെയാണോ നോക്കിയിട്ട് മാത്രമേ പോവാറുള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ നേരെ വർക്ക് ചെയ്യാൻ പോയി. പിന്നെ അതേ നോക്കിയപ്പോഴത്തേക്ക് 1 മണിയായി. അപ്പം തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാൻ പോയി. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്കിന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 5 മണിയായപ്പോൾ ബ്രേക്കിന് വന്നു, ടീ ബ്രേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചൊരു 6:45 ഷട്ടിൽ എടുത്തു. ഒരു 5 to 5:30 ബ്രേക്ക് ഉണ്ടായിരുന്നു. തിരിച്ചു പോയി വർക്ക് ചെയ്തു. എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം 6:45 ഷട്ടിൽ എടുത്തു. നമ്മൾ രാവിലെ ഷെയർ ഓട്ടോ എടുത്തില്ലേ, സെയിം സ്പോട്ടിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഈ ഷട്ടിലിന് പറഞ്ഞത് TCSന്റെ ബസ്സാട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ആണെന്നുള്ളത്, സെയിം. പിന്നെ നമ്മൾ അവിടുന്ന് എൻട്രൻസിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഹോസ്റ്റലിലേക്ക് നടക്കാനുണ്ട്. നടന്ന് നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴത്തേക്കൊന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ നടക്കത്തില്ല. കാരണം മോളിൽ പോയി ഫുഡ് എടുത്ത് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിൽ സുഖമായിരുന്നു, അമ്മ തരും. പിന്നെ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഫുഡും കഴിച്ച് ഇനി വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് ഫോണൊക്കെ കുറച്ച് നേരം നോക്കി കിടന്നുറങ്ങണം. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു നോർമൽ ഡേ. ഗുഡ് നൈറ്റ്.